ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് അരിശിമൂട്ടിൽ അപ്പുക്കുട്ടൻ്റെയും തൈപ്പറമ്പിൽ അശോകൻ്റെയും നമ്മുടെ ഉണ്ണിക്കുട്ടൻ്റെയൊക്കെ യോധ ഷൂട്ട് ചെയ്ത ആ ലൊക്കേഷനിലേക്കാണ്. സ്വയംഭൂ ടെമ്പിൾ എന്ന് പറയും ആ ടെമ്പിളിന്. അപ്പോൾ നമ്മളിന്ന് ആ ലൊക്കേഷനൊക്കെ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി പോവുകയാണ്. ഉള്ളിലേക്കുള്ള വഴി കയറി പോണതാണ്. ഇപ്പോൾ നേപ്പാളിൽ വരുവാണെങ്കിൽ ലോക്കൽ ഗൈഡുള്ള നല്ലതാണ്, ഒത്തിരി ഉപകാരപ്പെടും. ഗൈസ്, ഇതാണ് നമ്മളെ അരിശിമൂട്ടിൽ അപ്പുക്കുട്ടൻ്റെയും തൈപ്പറമ്പിൽ അശോകൻ്റെയൊക്കെ അക്കോസേട്ടൻ്റെയൊക്കെ സ്ഥലം. ഉണ്ണിക്കുട്ടൻ്റെയൊക്കെ യോധ ഷൂട്ട് ചെയ്ത സ്ഥലം. എന്താണ് അതിൻ്റെ പേര്? വാട്ട് ഈസ് ഇറ്റ്സ് നെയിം? സ്വയംഭൂ ടെമ്പിൾ. സ്വയംഭൂ ടെമ്പിൾ. ഇന്ത്യൻ റുപ്പി, ഇന്ത്യൻ 50 rupees. ഗൈസ്, ഇവിടെ ഉണ്ട് ടിക്കറ്റ്. ഇന്ത്യൻസിന് 100 ആണ് ടു ടിക്കറ്റ്. ഗൈസ്, ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ്. നമ്മളെ ടിക്കറ്റിന് 50 രൂപ ഉള്ളൂ. നമുക്കിവിടെ വലിയ റേറ്റ് ഇല്ല. നേപ്പാളിക്ക് ഫ്രീ ആണ് ടിക്കറ്റ്. മലയാളമുള്ള അങ്ങനെ ഒരു മലയാളീനെ കണ്ടു. എവിടെന്നാ? എവിടെ? ബോംബെ. ഞങ്ങൾ കൊച്ചി, എറണാകുളം. മലയാളം മണ്ടൊക്കെ ആയിരിക്കും. അങ്ങനെ മലയാളീനെ കിട്ടിയില്ലേ? ഞങ്ങള് എറണാകുളം. നിങ്ങള് ബോംബെയാ? നാട്ടിലെവിടെയാ? കണ്ണൂര്, ആലപ്പുഴ. ഇവിടെ കുറച്ചുപേര് കൂടി വന്നിട്ടുണ്ട്. ഒരു 5-6 മലയാളികൾ കൂടി വന്നിട്ടുണ്ട്. അവരെ കണ്ടില്ല, പക്ഷെ അവര് മെസ്സേജ് ഉണ്ട്. അങ്ങനെ ഗൈസ്, നമ്മുടെ മലയാളികളെ കണ്ടു. ഇവിടെയാണ് എല്ലാവരും പൈസ ഇടുന്നത്. ഇവിടെ ചേച്ചി ഇപ്പോൾ മലയാളത്തിൽ പറയണ്ടായി, ബുദ്ധഭഗവാന്റെ ചരിത്രം അറിഞ്ഞിട്ടാണ് ഈ യുവമാരൊന്നും പൈസ ഇടില്ലാന്ന്. ചരിത്രം അറിയാണ്ടാണ് ഇവരൊക്കെ പൈസ ഇടണേന്ന്. എനിക്ക് ചരിത്രം അറിയില്ല, അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. സംഭവം പൊളിയുണ്ട്.
monkey fight. People are feeding monkey. That's a problem. After they don't get food, they will come and take. Don't. അവിടെ കുശേട്ടൻ്റെയൊക്കെ സ്ഥലമാണ്. അവരുടെ സ്ഥലം കണ്ടുപിടിച്ചിട്ട് അവിടെ കാണിച്ചു തരാം. ഇല്ലേ ആർട്ട് അവരുടെ എന്തോ മന്ത്രങ്ങളൊക്കെ ചെയ്താണ്. ഓ ഈ ആർട്ട് ഉണ്ടോ? ഇതാണ് ബേസ് ക്യാമ്പ്. അടിപൊളി ആർട്ട്. ഓ ഇവിടെ ഒരു വലിയൊരു ടൗൺ പോലെ തന്നെ ഉണ്ട് അതിന് മേളിൽ. ഇതാണ് ആ സംഭവം. ഗൈസ് ഇതായിരുന്നു ടെമ്പിളിൻ്റെ സംഭവം. ഇത് ഗോൾഡാണ് എന്തുട്ടാന്ന് അറിയില്ല. കണ്ടിട്ടൊരു ഗോൾഡ് ലുക്കൊക്കെ ഉണ്ട്. ഇവിടെ ഒരു അടിപൊളി വ്യൂ ഉണ്ട്. ആ വ്യൂ കാണിച്ച വാവ്. This is Kathmandu town. Yeah, that was the tower we came from. Oh, that white one. White Broken before and now they are building. Oh. 22 people died. Yeah. Guys, വേറെ ലെവലാണ് ഇവിടെ. എന്താ സംഭവം എന്നൊന്നും അറിയാൻ പാടില്ല. എന്നാലും സാധനം വേറെ ലെവലാണ്. അമ്മേ ബെല്ലുണ്ടല്ലോ, നടിക്കണ്ട. ഓ വേണ്ട, നമ്മളെന്തിനാ ആവശ്യമില്ലാത്ത സാധനത്ത് നോക്കി പിടിക്കണം. ഓ ഗൈസ്, ദിസ് ഈസ് നേപ്പാൾ. ശരിക്കും ഓ ശരിക്കും നേപ്പാളിൽ വന്നിട്ട് ഇവിടെ വന്നില്ലെങ്കിൽ മിസ്സാണ് കേട്ടോ, അല്ലേ? കാഠ്മണ്ഡു വന്നില്ലെങ്കിൽ വെറുതെയാണ്. ഇതൊക്കെ എന്തിട്ടാണോ? ഗോൾഡാണോ? ഇത് ഗോൾഡാണോ? അല്ല, പിച്ചളേ. ഇപ്പം ചവിട്ടിയാനെ. ഇവിടെ പൊളിയാണ്, വന്ന് കാണേണ്ട പ്ലേസ് തന്നെയാണ്, അല്ലേ? ജസ്റ്റ് വിസിറ്റ് അല്ലേ, വേറെ സംഭവമൊന്നുമില്ല, ജസ്റ്റ് വിസിറ്റ് ചെയ്യണം. നമ്മുടെ മോഹൻലാലും ജഗദീഷൊക്കെ ഒന്നും സ്ഥലമല്ലേ, അല്ലേ? ജനീര. ഓ ഇതാണ് മറ്റേ കറക്കണ സാധനം. ഇതാണ് ഗൈസ് മറ്റേ കറക്കണ സാധനം. This is all Kathmandu. This part we live from that hillside, and that
housing, all is Lalitpur. Lalitpur. Okay. There is another city And the one is Bhaktapur. 3 different cities. It's combined. gathering. Okay. Gathering. It's called now. They call Kathmandu, but it's a different. Okay. Like India has a Gurgaon. Oh. ഇതായിരുന്നു കറക്റ്റ് എക്സാക്റ്റ് ആയിട്ട് പ്ലേസ്. ഏതാ നമ്മളെ ഉണ്ണിക്കുട്ടനും അക്കോ സൈഡിനും നമ്മുടെ ഏതാ അശോകനും എല്ലാം വന്ന പ്ലേസ്. അപ്പോൾ പിള്ളേരൊക്കെ ഒന്ന് മൊത്തം സെറ്റ് പിള്ളേരാണ്. പുഷപ്പൊക്കെ അടിക്കണ്ടേ അവിടെ. സാമേ ഒരു മിനിറ്റ് ഇവിടെ ഒരു ഫോട്ടോ എടുക്കണം. ഫ്രെയിമിങ് സെറ്റ് ചെയ്യട്ടെ ഒരു മിനിറ്റ്. ഓ ഇതൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു ഗൈസ്. കറക്റ്റ് ഇതാണ്ടാ ഫ്രെയിം. ഇവിടെ വേറെ ഈ സംഭവമൊക്കെ പുതിയതായിട്ട് വന്നാന്ന് തോന്നണേ. ഇതായിരുന്നു ആ പ്ലേസ്. എന്നാ നീ ദിവസം ഓരോന്ന് ഇട്ടോണ്ട് വാ, ഞാൻ ഇവിടെ നിന്ന് മാർക്കിടാം. ഉണ്ണിക്കുട്ടൻ എന്താ പേടിച്ചിരിക്കുന്നത്? ഇതൊന്നും ചെയ്യത്തില്ല നമ്മുടെ അപ്പുക്കുട്ടൻ. അമ്പട്ടൻ. എടാ നീ കത്തി ഒളിപ്പിക്കണ്ട. നേപ്പാളി ഭാഷയിൽ അമ്പട്ടൻ എന്ന് പറഞ്ഞ അപ്പുക്കുട്ടൻ എന്നാ. എന്താ അശോകൻ അപ്പുക്കുട്ടൻ എന്നെ കാണാൻ ഇങ്ങോട്ട് വന്നത്? അങ്ങനെ അപ്പുക്കുട്ടന് മാത്രമല്ല ഞങ്ങൾക്കും വരേണ്ടി വന്നു. ഇതായിരുന്നു സാമേ അരിശുമൂട്ടിലെ അപ്പുക്കുട്ടൻ്റെയും തൈപ്പറമ്പിലെ അശോകൻ്റെയും അക്കോസേട്ടിൻ്റെ ഒക്കെ പ്ലേസ്. മോഹൻലാലും ജഗദീഷും നമ്മളെ കൊച്ചൊക്കെ വന്ന പ്ലേസ്. എന്നെ ചെറുപ്പം തൊട്ട് എല്ലാവരും മറ്റേ അപ്പുക്കുട്ടനോ അതിൻ്റെ ഉള്ള ഒരിതുണ്ട്. അക്കോസേട്ടാന്ന് വിളിക്കണേ, അവനെയും വിളിക്കണം. പിന്നെ ഹാപ്പി ആയി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് വണ്ടിയായിട്ടുള്ള മാരുതി 800 ഇവിടെ ടാക്സി ഉണ്ട്. അതിനകത്താണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫേവറേറ്റ് ആണ്. ഇവിടെ ഇപ്പോഴും ഈ സാധനമൊക്കെ ടാക്സി ഓടിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലാണ് ഇതൊക്കെ നിർത്തിയിട്ടുള്ളൂ. നേപ്പാളിൽ എവിടെ പോയാലും കാണാൻ പറ്റുന്ന വണ്ടിയാണ് അല്ലേ. ഹാപ്പി കട്ട ബ്ലോക്കിങ് ഇടയ്ക്ക് കേട്ടാ. 800 അറിവുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കയറി പോന്ന്. വേറെ വണ്ടിയാണെങ്കിൽ അവിടെ കിടക്കും. ക്യാപിറ്റൽ സിറ്റി കാഠ്മണ്ഡുവിൽ വന്നിട്ട് ഒരു അടിപൊളി മഴ കിട്ടി. നല്ല ചുരുള കാറ്റ് പോലെ സംഭവം. അടിപൊളി ഒരു മഴ കിട്ടി. You can close this Yes, yes. window. 800 മഴയും കൊണ്ടുപോകണത് വേറൊരു ഫീലാണ് അല്ലേ. നേരത്തെ 800 മഴയും കൊണ്ട് കാഠ്മണ്ഡു നൈറ്റ് ലൈഫ് കാഠ്മണ്ഡു ഇതെല്ലാം ഇനിയുണ്ട് കാണാൻ കിടക്കണം. കാണാൻ ഇനിയും കിടക്കുന്നുണ്ട്. സത്യം പറഞ്ഞ ഒരാഴ്ച എടുക്കും മുഴുവൻ കാഠ്മണ്ഡു കാണണമെങ്കിൽ. പക്ഷേ ഞങ്ങൾ കുറച്ച് മെയിൻ സ്ഥലത്തിൽ മാത്രമേ ഇന്ന് പോയി. ഇതായിരുന്നു നമ്മൾ 800.